എല്ലാ വിദ്യാർത്ഥികൾക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ കൂട്ടുകാർ നമ്മളോട് നിരന്തരമായിട്ട് ദിവസങ്ങളായി ചോദിക്കുന്ന ചോദ്യമാണ് ടെക്സ് ആൻഡ് ക്വിസ് എപ്പോഴാണ് ശാസ്ത്ര ക്വിസ് മത്സരത്തിലുള്ള ചോദ്യോത്തരങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വെറുതെ ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നുമൊക്കെ ചോദ്യോത്തരങ്ങൾ എടുത്ത് തരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വ്യൂസ് ഉണ്ടാക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യവും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ബേസിക് സയൻസ് ആ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് SCERTയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളുമാണ് നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തുമാവട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി ഒരു പ്രചോദനമാവുക. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതും നിങ്ങൾ ഇതുവരെ കാണാത്ത പഠിക്കാത്ത ഒരുപാട് ചോദ്യോത്തരങ്ങളാണ്. നിങ്ങൾ LP, UP, HS, HSS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ക്ലാസ് തലത്തിലും സ്കൂൾ തലത്തിലും ജില്ലാ, ഉപജില്ല, അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ചോദ്യോത്തരങ്ങൾ പഠിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. കാരണം ഇത് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശാസ്ത്ര ചോദ്യോത്തരങ്ങളാണ്. അത് നിങ്ങൾ ഓരോ ചോദ്യം പഠിക്കുമ്പോഴും മനസ്സിലാവുന്നതാണ്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക, ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. യെസ്, ഒന്നാമത്തെ ചോദ്യം, നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകളുണ്ട്, എന്നാൽ നീളത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അപ്പോൾ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. യെസ്, എന്താണ്? യെസ്, നീളത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. 30/10/2022 മുതൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ വിൽപ്പന നിരോധിച്ചു. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ക്വിസ് മത്സരങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് 30/10/2022 മുതൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ എത്ര മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളാണ് അല്ലെങ്കിൽ കവറുകളുടെ വിൽപ്പനയാണ് നിരോധിച്ചത്? അപ്പോൾ കൂട്ടുകാർ എഴുതേണ്ട ഉത്തരം എന്ന് പറയുന്നത് 30 മൈക്രോണിൽ എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അടുത്തത്, സൗരയൂഥത്തിൻ്റെ അളവുകോൽ അസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ AU എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ആൻസർ എന്ന് പറയുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നുള്ളതാണ്. ഏകദേശം 15 കോടി കിലോമീറ്ററാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തെ എന്താണ് വിളിക്കുക എന്നും ചോദ്യമായിട്ട് വരാം. അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് പ്രകാശവർഷം എന്നുള്ളതാണ്. അതുപോലെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു സെക്കൻഡിൽ ഏകദേശം എത്ര കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്? ഉത്തരമെന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റ സ്ലൈഡിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ കാര്യവും ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ കൂടി ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ SI യൂണിറ്റുകളും അവരുടെ സിമ്പലും പരിചയപ്പെടാം. ഒന്നാമതായിട്ട് നീളം എന്ന് പറയുന്നത് മീറ്ററാണ്, അതിൻ്റെ SI യൂണിറ്റ് M ആണ് അതിൻ്റെ സിമ്പൽ. മാസ് കിലോഗ്രാം ആണ് SI യൂണിറ്റ്, kg എന്നുള്ളതാണ് സിമ്പൽ. സമയത്തിൻ്റെ SI യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്കൻഡാണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്, K എന്ന സിമ്പലാണ് സൂചിപ്പിക്കുക. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ SI യൂണിറ്റ് ആംപിയർ ആണ്, A എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പദാർത്ഥത്തിൻ്റെ അളവ് മോൾ എന്നുള്ളതാണ്, MOL എന്ന് പറയുന്ന സിമ്പൽ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡലയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നന്നായിട്ട് പഠിക്കുക. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡലയാണ്, CD എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സൂചിപ്പിക്കുക. അടുത്തത്, ഒരു കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ചോദിക്കാം. ആൻസർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ചോദ്യം,
1.5 ലിറ്റർ ജലത്തിൻ്റെ മാസ് എത്രയാണ്? ഉത്തരം എന്ന് പറയുന്നത് 1.5 കിലോഗ്രാം. ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണെന്നും ചോദിക്കാം. ഉത്തരം 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ അല്ലേ? അത് നന്നായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിനായി സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ എന്നറിയപ്പെടുന്നത്, അഥവാ ലൂബ്രിക്കൻ എന്ന് അറിയപ്പെടുന്നത്. അതെന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. അടുത്തത് ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുയൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ബാർ എന്ന് മനസ്സിലാക്കാം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതും പഠിക്കാൻ വേണ്ടി പറ്റും. ആൻസർ ബാരോമീറ്റർ. അടുത്തത് നമുക്കറിയാം, പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഏതവസ്ഥയാണ്? ആൻസർ പ്ലാസ്മ അവസ്ഥയാണ്. അപ്പോൾ നക്ഷത്രങ്ങളും നെബുലകളുമെല്ലാം പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്നുകൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായി ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാവുന്നത് എന്നുകൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. കൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റ് പല അവസ്ഥകളും ദ്രവ്യത്തിനുള്ളതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, അതുപോലെ തന്നെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നിവ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ 2 പഠിച്ചിട്ടുള്ളത്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആൻഡ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഇതിന് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? അടുത്തത് കർപ്പൂരം, നാഫ്തലീൻ. നാഫ്തലീൻ എന്ന് വെച്ചാൽ പാറ്റഗുളിക തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാതകമായിട്ട് മാറുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം സബ്ലിമേഷൻ അഥവാ ഉത്പാദനം എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? നന്നായിട്ട് മനസ്സിലാക്കിയല്ലോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഖരം ദ്രാവകമാകുമ്പോൾ താപം ആഗിരണമാണോ ചെയ്യുക അതോ താപം പുറത്തു വിടുകയാണോ ചെയ്യുക? ആൻസർ താപം ആഗിരണം ചെയ്യുന്നു. ദ്രാവകം വാതകമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? അതെ, ഇവിടെയും താപം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാതകം ദ്രാവകമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? താപം പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. ദ്രാവകം ഖരമാകുമ്പോൾ താപം പുറത്തു വിടുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡ്രൈ സെല്ലിൽ എന്ത് ഊർജമായിട്ടാണ് മാറുന്നത്? ആൻസർ എന്ന് പറയുന്നത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു, അഥവാ രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം എന്ന് പറയുന്നത് ഇലക്ട്രോലൈസിസ് എന്നാണ് അറിയപ്പെടുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റ് ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനം വൈദ്യുത ലേപനം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, ഞാനിങ്ങനെ പെട്ടെന്ന് ഓരോ സൈഡിലേക്കും ഇങ്ങനെ കടക്കാട്ടോ. കാരണം ഒരുപാട് ഇതിനെ തന്നെ വിശദീകരിച്ചിരുന്നാൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോക്ക്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസും അതിൻ്റെ കൺസെപ്റ്റൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സ്ലൈഡ് കണ്ട് പഠിക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്താണ് വിളിക്കുക? ആൻസർ ഈസ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അഥവാ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. അടുത്തത് സയൻറ്റിസ്റ്റുകളെ പറ്റിയിട്ടാണ്. നമുക്ക് നോക്കാം. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ആരാണ്? ഉത്തരം ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണം ആയിരുന്നു ജലത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള അറിവിലേക്ക് ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനെ നയിച്ചത്. ഓക്കെ അല്ലേ? അടുത്തത് 1806 സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തി വിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനും ആയി വിഘടിപ്പിക്കാം എന്ന് കണ്ടെത്തി. ഓക്കെ, ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്.
ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. ഇപ്പോൾ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ H2 അഥവാ അതിൽ ഹൈഡ്രജൻ്റെ ആറ്റം മാത്രമാണ് ഉള്ളത്. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ ഘടക മൂലകങ്ങളായി മാറ്റാൻ കഴിയും. അത് മനസ്സിലായോ? അതായത് ഇപ്പോൾ കോമ്പൗണ്ട്സിനുള്ള എക്സാമ്പിൾ അഥവാ സംയുക്തത്തിനുള്ള എക്സാമ്പിളാണ് അമോണിയ. അമോണിയയിൽ ഒരു നൈട്രജൻ ആറ്റവും അതുപോലെ തന്നെ 3 ഹൈഡ്രജൻ ആറ്റവും ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഒരു നൈട്രജനും 3 ഹൈഡ്രജനും ചേർന്നിട്ടാണ് അമോണിയ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്നിലധികം മൂലകങ്ങൾ ചേർന്നത് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിതിനെ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. കോമ്പൗണ്ട്സിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിക്കാൻ പറ്റും. പക്ഷേ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എലമെൻറ്റ്സിനെ നമുക്ക് വിഘടിപ്പിക്കാൻ പറ്റില്ല എന്നുകൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിൽ വലിയ ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കാനില്ല. കാരണം ഈ ഒരു ചോദ്യത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്. അത് അതേപോലെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയാൽ മതിയാകും. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ബെർസിലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ് ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത്. അതും അക്ഷരങ്ങളെ ഉപയോഗിച്ചാണ് മൂലകങ്ങളെ സൂചിപ്പിക്കാൻ പറ്റും എന്ന രീതിയിൽ ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസിലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പം മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ഓരോ ചോദ്യോത്തരങ്ങളും എന്ത് ചെയ്യുക, മനസ്സിരുത്തി പഠിക്കാൻ കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂലക വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ നടത്തിയ ഒരാളാണ് ലവോസിയ. അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. ഇവിടെ നിന്ന് വരുന്ന ചോദ്യം, മൂലകങ്ങളെ അഥവാ എലമെൻസിനെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഉത്തരം ആന്റോയിൻ ലവോസിയ. ഓക്കെ അല്ലേ? നന്നായിട്ട് പഠിക്കാം. അടുത്തത് ഡൊബറൈനർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 വീതമുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഈ ഗ്രൂപ്പുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ട്രയാഡ്സ്. ട്രയാഡ്സ് എന്ന് പറയുന്നത് 3 വീതമുള്ള ഗ്രൂപ്പുകളെയാണ് പറയുക. ഇത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കാം. ആൻസർ എന്ന് പറയുന്നത് ഡൊബറൈനർ. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് ഇതെന്ത് ചെയ്തത്, കണ്ടുപിടിച്ചെന്ന് കൂടി മനസ്സിലാക്കുക. ട്രയാഡ്സിനെ പറ്റി മനസ്സിലാക്കി. ഇനി ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിൻ്റെ അറ്റോമിക് മാസ് മറ്റ് 2 മൂലകങ്ങളുടെ അറ്റോമിക് മാസിൻ്റെ ഏകദേശം ശരാശരിയാണെന്നും അദ്ദേഹം എന്ത് ചെയ്തു, സ്ഥാപിച്ചു. അത് ഞാനിപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, വലിയ ഇതൊന്നുമില്ല. ലിഥിയം, സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം ഇവിടെ നിങ്ങൾക്ക് കാണാം. ലിഥിയത്തിൻ്റെ അറ്റോമിക് മാസ് 7 ആണ്. അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് മാസ് 39 ആണ്. അത് രണ്ടും നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 46 കിട്ടും. ആ 46ൻ്റെ പകുതിയാണെന്ത് ഇവിടെ കാണുന്ന സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അത് വലിയ ഇതില്ല. നിങ്ങൾ ഈ ഒരു സയൻറ്റിസ്റ്റും ട്രയാഡ്സ് എന്ന് പറയുന്ന പേരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂലാൻഡ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതാണ്. ഏത് സയൻറ്റിസ്റ്റ് ആണെന്നുള്ളതാണ്. ആൻസർ ഈസ് ന്യൂലാൻഡ്സ് എന്നെന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ന്യൂലാൻഡ്സ് ആണ് അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് കൊണ്ടുവന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മെൻഡലീഫ് എന്ന ശാസ്ത്രജ്ഞൻ അതുവരെയുള്ള എത്ര മൂലകങ്ങളെയാണ് അവരുടെ അറ്റോമിക് മാസിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിപ്പിച്ച് ഒരു പട്ടികയാക്കിയത് എന്നുകൂടിയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് അവയുടെ അറ്റോമിക് മാസിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിപ്പിച്ചാണ് ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് എന്നുകൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചോദ്യമല്ല, ചെറുതായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു പിക്ചറാണ്. അതെന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഹൈഡ്രജൻ, നിയോൺ, അതുപോലെ തന്നെ ക്ലോറിൻ. പിന്നെ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക. സൾഫർ 8 എന്ന് പറയുന്നത് ഒരു
ക്രൗൺ ഷേപ്പാണെന്ന് കൂടി എന്ത് ചെയ്യാം മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് സംയുക്തങ്ങളുടെ രാസസൂത്രമാണ്, നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയും. ലോഹങ്ങളുടെ ഏത് സവിശേഷതയാണ് ഈ പറയുന്നത് എന്നുള്ളതാണ്. ആൻസർ ഈസ് മാലിയബിലിറ്റി എന്നുള്ളതാണ്. ഇനി വരുന്ന ഓരോ ചോദ്യോത്തരങ്ങളും അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ കൂടി ശ്രദ്ധിക്കുക. ആൻസർ എന്ന് പറയുന്നത് മാലിയബിലിറ്റി ആണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ആൻസർ സ്വർണം. അതുകൊണ്ടാണ് വിവിധ തരം ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാം ഇപ്പോഴും സ്വർണത്തെ ആശ്രയിക്കുന്നത്. അപ്പോൾ സ്വർണം അടിച്ചു പരത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? തകിടുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് സ്വർണത്തിനാണ് ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ള ലോഹം എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കണ്ടതുപോലെ ഒരു ഫിലമെൻറ്റ്, അതായത് ബൾബിലെ ഫിലമെൻറ്റ് ടങ്സ്റ്റണിൻ്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ബൾബിലെ ഫിലമെൻറ്റ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ കൊണ്ട്. ടങ്സ്റ്റൺ ഈ ഒരു നേർത്ത കമ്പികളാക്കി മാറ്റാൻ പറ്റുന്നത് ലോഹത്തിൻ്റെ ഏത് സ്വഭാവമാണ് എന്ന് ചോദിച്ചാൽ അതും ഒരു ചോദ്യമാണ്. ആൻസർ ഈസ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന സ്വഭാവമാണ്. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അതുകൂടി എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ചാലകത ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് നോക്കാം. ആൻസർ ഒന്നാമതായിട്ട് സിൽവർ, പിന്നെ ചെമ്പ്, പിന്നെ സ്വർണം, പിന്നെ അലുമിനിയം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കുക. ഇലക്ട്രിസിറ്റിയൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നത് വെള്ളി അഥവാ സിൽവറിൽ നിന്നാണ്. പിന്നെ ചെമ്പ്, കോപ്പർ, പിന്നെ സ്വർണം, നമ്മുടെ ഗോൾഡ്, പിന്നെ അടുത്തത് അലുമിനിയം. ഓക്കെ അല്ലേ? അടുത്തത് അങ്ങനെയാണെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി, സാധാരണയായിട്ട് പാചകപാത്രങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ലോഹങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ സവിശേഷതയാണ്? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന സവിശേഷതകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം ഉള്ളത് ആർക്കാണ്? ആൻസർ വെള്ളിക്കാണ്, സിൽവറിനാണെന്ന് കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കാം. ഓക്കെ, താരതമ്യേന താപചാലകത കൂടിയവയാണ് അലുമിനിയം, ചെമ്പ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. പക്ഷെ മികച്ച താപചാലകം എന്ന് ചോദിച്ചാൽ നമ്മൾ വെള്ളി അഥവാ സിൽവർ തന്നെ എഴുതണം എന്ന് കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ചോദ്യം എന്ന് പറയുന്നത്, ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട്. ഈ കഴിവിനെ എന്താണ് വിളിക്കുക? ആൻസർ സൊണോരിറ്റി എന്നാണ് വിളിക്കുക. ലോഹങ്ങളുടെ പ്രതലത്തിൻ്റെ തിളക്കത്തിനെ എന്താണ് വിളിക്കുക? ആൻസർ എന്ന് പറയുന്നത് ലോഹദ്യുതി. ഇനിയുള്ള ചോദ്യോത്തരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന സാന്ദ്രതയുണ്ട്. ലോഹങ്ങളുടെ പ്രധാന പ്രത്യേകതയാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്, എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, അവർ ഭയങ്കര സോഫ്റ്റാണ്, മൃദു ലോഹങ്ങളാണ് എന്നുകൂടി എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. എന്നാൽ മറ്റ് ലോഹങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ളവയാണ്, ഭയങ്കര കാഠിന്യമുള്ളവയാണെന്ന് കൂടി മനസ്സിലാക്കാം. അതുപോലെ ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന മെൽറ്റിംഗ് പോയിൻ്റ് അഥവാ ദ്രവ്യനിലയാണുള്ളത്. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ബോയിലിംഗ് പോയിൻ്റ് അഥവാ തിളനിലയാണ് ഉള്ളത് എന്ന് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതങ്ങനെ ചോദിക്കാം. ചിലപ്പോൾ ലോഹങ്ങൾക്ക് പൊതുവെ എന്താണ് കൂടുതൽ, ദ്രവ്യനില കൂടുതലാണോ കുറവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ചിലപ്പോൾ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചില ക്വസ്റ്റ്യനൊക്കെ സയൻസ്. അതായത് ഇപ്പോൾ ജില്ലാതലത്തിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സംസ്ഥാന തലങ്ങളിലൊക്കെ എന്ത് ചെയ്യാം ചോദിക്കാം. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് എന്ത് ചെയ്യുക നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പരമാവധി വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിൽ ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ചോദ്യോത്തരങ്ങളൊക്കെ എന്ത് ചെയ്തത് ഓരോ സെൻറ്റൻസുകളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിലേർപ്പെട്ട് സംയുക്തങ്ങളായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ കൊറോഷൻ അഥവാ ലോഹനാശനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് വെർട്ടിക്കൽ ഫാമിംഗ്, അതായത് ലംബമായിട്ട് അടുക്കി വച്ചിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണിത്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
അതാണ് വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഈ ഒരു വെർട്ടിക്കൽ ഫാമിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന സാധ്യത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാം. ആൻസർ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് എന്നിവയാണ്. ഓക്കെ അല്ലേ? അത് മനസ്സിലാക്കുക. പിന്നെ പഠിക്കേണ്ടത് ഇതിൽ നിന്ന് ലംബമായിട്ട് അടുക്കി വെച്ചിട്ടുള്ള പാളികളിൽ വിളകൾ വളർത്തുന്ന നൂതന കാർഷിക രീതി എപ്രകാരം അറിയപ്പെടുന്നു? ആൻസർ ഈസ് വെർട്ടിക്കൽ ഫാമിംഗ്. ഓക്കെ അല്ലേ? അടുത്തത് ഇതിൽ കൂട്ടുകാർ പഠിക്കേണ്ട ചോദ്യം, സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൽ മാക്രോ ന്യൂട്രിയൻസ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ആൻസർ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. ഇവരൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് അറിയപ്പെടുന്നത്. മൈക്രോ ന്യൂട്രിയൻസ് എന്നറിയപ്പെടുന്നത് ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, അതുപോലെ തന്നെ മൊളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങളാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്നറിയപ്പെടുന്നത്. ഇവ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇവരെ മൈക്രോ അഥവാ ചെറിയ ന്യൂട്രിയൻസ് എന്നെന്ത് ചെയ്യുക വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അതെന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, വെറുതെ ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചാൽ മതി. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഞാൻ ഇവിടെ സ്ലൈഡിൽ കാണിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ എന്ത് ചെയ്യും, നിങ്ങളോട് പറയും. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. തന്നെ നമ്മൾ എപ്പോഴും കഴിക്കുന്ന സോയാബീൻ, വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള നെല്ലിക്കകൾ, കീടബാധ ചെറുക്കുന്ന പരുത്തിച്ചെടി, ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം വെച്ചിട്ടാണ്. ഇതിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇതെന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ടാമത്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. പല സയൻസ് ക്വിസിനും വിവിധ തരങ്ങളിൽ ഇതെന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെക്കുക, ടിഷ്യൂ കൾച്ചർ എന്താണ്? നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ടിഷ്യൂ കൾച്ചറാണ്. ഇതിൽ ചോദിക്കുന്ന ചോദ്യമായിട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും: മാതൃസസ്യത്തിൻ്റെ അതേ ഗുണനിലവാരമുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? ആൻസർ എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ. ഓക്കെ അല്ലേ? അതെന്ത് ചെയ്യുക, മനസ്സിലാക്കാം. സംയോജിത കീടനിയന്ത്രണം, IPMൻ്റെ പൂർണ്ണരൂപം എന്താണെന്നുള്ളതാണ് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അടുത്തത് നിങ്ങൾക്കറിയാം, എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 സിദ്ധാന്തങ്ങളെ പറ്റിയിട്ടാണ്. ഇതിങ്ങനെ ചോദിക്കാം. അതായത് ഇതിൽ ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമായിരിക്കും: ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി ഭൂമിയിൽ എത്തുന്നു. ജീവൻ്റെ സൂക്ഷ്മ കണികകളെ എന്താണ് വിളിക്കുക എന്ന് ചോദിക്കും. ഈ സിദ്ധാന്തം എന്താണ് എന്ന് ചോദിക്കും. ആൻസർ എന്ന് പറയുന്നത് പാൻസ്പെർമിയ എന്നാണ്. അടുത്തത് രാസപരിണാമ സിദ്ധാന്തം. ആദിമ ഭൂമിയിലെ സവിശേഷത സാഹചര്യങ്ങളിൽ നിന്ന് സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ജീവൻ ആവിർഭവിച്ചു എന്ന് വിശദീകരിക്കുന്നത് ഏത് സിദ്ധാന്തമാണ്? ആൻസർ രാസപരിണാമ സിദ്ധാന്തം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു. ഇത് തെളിയിച്ചത് ആരായിരുന്നു? ആൻസർ എന്ന് പറയുന്നത് ഹറോൾഡ് യൂറേ, സ്റ്റാൻലി മില്ലർ എന്നിവരാണ്. അതുപോലെ തന്നെ പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാനാവുമെന്ന് തെളിയിച്ചത് ആരായിരുന്നു? ഉത്തരം സിഡ്നി ഫോസ്ക്. ജോവാൻ ഓറോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആയിരുന്നു ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിലൊന്നായ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്യമായിട്ട് നിർമ്മിച്ചത് എന്നുകൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നന്നായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഓരോ സയൻറ്റിസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ചിത്രങ്ങൾ വരെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റിൽ നമ്മുടെ ഭൗമാന്തരീക്ഷത്തിന് സമാനമായിട്ടുള്ള വാതകങ്ങളാണ് ആ ഒരു ഡിസ്ചാർജ് ട്യൂബിൽ അദ്ദേഹം എടുത്തിട്ടുണ്ടായത്. ഏതൊക്കെയാണ് ആ ഒരു വാതകങ്ങൾ എന്ന് നമുക്ക് പരിചയപ്പെടാം. ഇത് തന്നെയാണ്
ആദിമ ഭൂമിയിലുണ്ടായ വാതകങ്ങൾ എന്ന പേരിലാണ് അദ്ദേഹം ഈ ഒരു വാതകങ്ങളെ എടുത്തിട്ടുള്ളത്. ഈ പരീക്ഷണം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്ത ഒരു പരീക്ഷണമാണ്. ആൻസർ എന്ന് പറയുന്നത് മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ പേരോട് കൂടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ അറിയിക്കുകയാണ്. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തുവാട്ടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.